എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ പക്ഷേ നടക്കും എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ച് ആവശ്യമുണ്ടോ ഇതിലോട്ട് നമ്മൾ എത്തേണ്ടത്. ഓൾ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് പിക്ചേഴ്സ്. അപ്പൊ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിരിക്കുന്നു? അപ്പോൾ 2025 ഒക്കെ കഴിഞ്ഞു, 26 ആവാൻ ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ കാണിക്കാൻ പോണത്. ഇന്നത്തെ വീഡിയോ തമ്പനിയിലൊക്കെ കണ്ട പോലെ തന്നെ വേറൊന്നുമില്ല, വിഷൻ ബോർഡാണ്. വിഷൻ ബോർഡ് എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും പറയുന്നുണ്ടാവും, എല്ലാവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞവരുണ്ടാവും, ഇനി ചെയ്യാൻ ഐഡിയകൾ നോക്കിയിട്ട് വന്നവരും ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് പിക്ചേഴ്സ്. വിഷൻ ബോർഡ് എന്നത് ബേസിക്കലി ലക്ഷ്യമിടുന്നത് ഒരു വിഷൻ മാപ്പാണ്. നമ്മുടെ ലൈഫിന്റെ ഒരു വിഷൻ മാപ്പ് തന്നെയാണ്. കുറച്ച് സിമ്പിൾസ്, കോഡ്സ്, പിക്ചേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഡെയിലി ഒരു റിമൈൻഡർ ആണ് നമ്മളുടെ ഡ്രീം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ വിഷൻ ബോർഡിലുള്ളത്. ഈ വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മളൊരു ബോർഡിൽ കുറച്ച് പിക്ചേഴ്സ് ഒട്ടിച്ച് വെച്ച് അല്ലെങ്കിൽ കോഡ്സ്, സിമ്പിൾസ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ചിന്തിക്കും, ഒരു ബോർഡിൽ നമ്മളിപ്പോ ഒരു കോഡ്സ് അല്ലെങ്കിൽ ഒരു പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചു, പിറ്റേ ദിവസം അത് നടക്കും എന്നാണോ എന്ന ഡൗട്ടൊക്കെ എല്ലാവർക്കും വരും. അങ്ങനെ വെറുതെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നടക്കുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട് എല്ലാവർക്കും വരും. ഇറ്റ്സ് നോർമലി. പക്ഷേ നടക്കും. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. നമ്മളിപ്പോ നമ്മുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മള് പെട്ടെന്ന് എല്ലാവരും ചെയ്യുന്നു, അപ്പൊ ഞാനും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓർത്തെടുത്ത് നമ്മൾ എനിക്ക് ഇങ്ങനെ ആവണം എന്ന് നോട്ട് ചെയ്ത് അങ്ങനെ ചെയ്യണതല്ലാതെ നമ്മൾ കുറച്ച് മനസ്സിരുത്തി നമ്മുടെ ഉള്ളിൽ എന്താണ് നമുക്ക് ആവശ്യം, നമ്മുടെ ശരിക്കുമുള്ള ഗോൾ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം എന്താണ്, അത് എങ്ങനെ അച്ചീവ് ചെയ്യാം എല്ലാം നമ്മൾ മുൻകൂട്ടി തന്നെ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം, പിക്ചേഴ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് വെക്കാം. ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രപഞ്ചം തന്നെ നമ്മുടെ കൂടെ നിൽക്കും. അതുപോലെ തന്നെയാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അത് ഡെയിലി നമ്മളത് വിഷ്വലൈസ് ചെയ്യാണ്, നമ്മൾ ആ ബോർഡ് ഡെയിലി കാണുകയാണ്, അതിലുള്ളത് നമ്മളാണെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ്, നമ്മളത് നേടി. അപ്പൊ നേടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉണ്ടാവും എന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം ഡെയിലി. നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളിപ്പോ ഈ വിഷ്വലൈസ് ചെയ്യുമല്ലോ, അതും ഈ നടക്കുന്ന കാര്യങ്ങളും എല്ലാം ഒരുപോലെയാണ് ഫീഡ് ആവുന്നത്. അപ്പൊ അങ്ങനെ ഫീഡ് ആവുന്ന സ്ഥിതിക്ക് നമ്മളത് നടന്നു എന്നാണ് കാണുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കാണുന്നത്. അത് നമ്മൾ നടന്നു, നമ്മളാണ് അതില്. അപ്പൊ അതിനുള്ള വഴി, അതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ, എങ്ങനെയാണ് അതിലോട്ട് നമ്മൾ എത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ അത് ചെയ്ത് പൊക്കോളും. ഇപ്പൊ നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു ഡ്രീം ഉണ്ട്, അതിപ്പോ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു, ഇന്ന് നമ്മൾ ആഗ്രഹിച്ചു, പിന്നെ നമ്മള് നാളെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിലുണ്ടാവും, മറ്റന്നാളാവുമ്പോഴും ചിലപ്പോൾ ഉണ്ടാവും, പിന്നെ അത് നമ്മൾ വിട്ടുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്യാണ്, ഓരോന്ന് കാണുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു തോട്ട് തന്നെ ആയിരിക്കില്ല, അപ്പൊ നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകാതിരിക്കാനും കൂടി ഈ വിഷൻ ബോർഡ് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇത് ഡെയിലി കാണല്ലേ, എന്റെ ഡ്രീം ഇതാണ്, എനിക്കിത് നേടണം എന്ന് നമ്മൾ ഡെയിലി നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ആ പിക്ചറിൽ കാണുന്നത് ഞാനാണ് എന്ന് നമ്മൾ ഡെയിലി വിഷ്വലൈസ് ചെയ്യാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്കത് നേടണം എന്നുള്ള ത്വര അങ്ങോട്ട് കൂടും. ആ ത്വര കൂടുമ്പോൾ നമ്മൾ അത് ചെയ്യാനുള്ള വഴി അന്വേഷിക്കും. നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇന്റർനാഷണൽ ട്രിപ്പ്. അത് നമുക്ക് പോകണം. ചുമ്മാ ഇരുന്നിട്ട് എനിക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുമോ? ഇല്ല. നമ്മൾ ഈ വിഷൻ ബോർഡിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ ഡെയിലി കാണുകയാണ്. ഞാൻ ആ ഫ്ലൈറ്റിൽ ഞാൻ ഇരുന്നിട്ട് ആ കാഴ്ചകൾ കാണുന്നതും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് അത് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിലോട്ട് എത്താനുള്ള ആഗ്രഹം കൂടി വരും. അപ്പൊ എന്താണ് നമ്മളത് ചെയ്യേണ്ടത്, അതിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും തിങ്ക് ചെയ്യും. അത് നേടാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനുള്ള വഴി നമ്മുടെ മുമ്പിൽ കാണും. പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോകും. അപ്പൊ നമുക്കത് നേടാൻ പറ്റും. ഇതാണ് ബേസിക്കലി വിഷൻ ബോർഡിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഈ വിഷൻ ബോർഡ് മേക്ക് ചെയ്യുന്നത് നമ്മൾ സാധാരണ രീതിയിൽ കുറച്ച് പിക്ചേഴ്സും കുറച്ച് കോഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് കാർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡിലോ അങ്ങനെ ഒരു സർഫസിൽ നമ്മൾ ഒട്ടിച്ച് അത് നമ്മൾ എന്നും കാണുന്ന പ്ലേസിൽ വാളിലോ അല്ലെങ്കിൽ നമ്മുടെ ടേബിളിലോ നമ്മളത് ഫിക്സ് ചെയ്യാണ് ചെയ്യാറ്. എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ പറ്റണം എന്നില്ല. പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒരു വിഷൻ ബോർഡാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അതിനു വേണ്ടി കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിൻട്രസ്റ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തത് ഞാൻ ചെയ്യുന്നത് ഒരു ബുക്കിലാണ്. ഇതിപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ചട്ട മാത്രമേ ഇട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ബുക്കിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മുമ്പിലും എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ബോർഡുകളായിരിക്കും അധികവും കണ്ടുവരുന്നത്. അപ്പൊ അത് ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും. നമ്മളുടെ ഡ്രീം മറ്റുള്ളവർ കാണുന്നതിനോട് താല്പര്യമില്ലായ്മയൊക്കെ കൊണ്ടായിരിക്കാം അത്. അപ്പൊ അങ്ങനെ മടിച്ചിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഐഡിയ ആണ് ബുക്ക്. ബുക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ബുക്കല്ല, നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഒരു ബുക്ക്. അതും പറഞ്ഞാൽ സ്കൂളത്തെ ബുക്കുകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നമ്മള് എന്നും യൂസ് ചെയ്യുന്ന ജേർണലോ ഡയറിയോ, നമ്മൾ ഒരുപാട് അങ്ങ് അടുത്തിരിക്കുന്ന ബുക്കുകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് അതിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് ഫ്രീ ആവും എന്ന രീതിയിലുള്ള ബുക്കുകൾ ഓരോരുത്തർക്ക് ഉണ്ടാവും, എഴുതുന്നവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ബുക്കുകളുടെ ഒക്കെ ഫ്രണ്ട് പേജിൽ ഇത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതങ്ങ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി അതെടുത്ത് നോക്കും.
ഓട്ടോമാറ്റിക്കലി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്തായാലും അത് കാണുമല്ലോ. അപ്പൊ നമ്മളത് വിഷ്വലൈസ് ചെയ്യാണ്. ഇതിനു മുന്നേ നമ്മൾ ഈ ഡൗൺലോഡ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ പിക്ചേഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുണ്ടല്ലോ, അതിന് കുറച്ച് പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതി വെക്കുക. നമ്മളുടെ ഡ്രീം എന്താണ് അല്ലെങ്കിൽ നമ്മളുടെ ഗോൾ എന്താണെന്നുള്ളത് ഞാൻ ചെയ്തിരിക്കുന്ന കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടാണ്. എന്നിട്ട് അതിന് വഴി എന്താണ്, അത് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കരിയർ, ഹെൽത്ത്, ഫിറ്റ്നസ്, ഫാമിലി, ഫിനാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിന്റെ താഴെ അത് നേടാനുള്ള വഴി അല്ലെങ്കിൽ അതെങ്ങനെയാണ്. ഇപ്പൊ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കില്ല, നല്ല ഫിറ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ഫുഡ് മാത്രം കഴിച്ച്, അതേപോലെ നമ്മുടെ ഹെൽത്തിന് എന്താണ് ആവശ്യം നമുക്കറിയാലോ, അതിനനുസരിച്ച് സപ്ലിമെന്റ്സ് എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എനിക്ക് എന്റെ ഒരു ഗോള് ഇന്ന ലെവലിലേക്ക് എനിക്ക് എത്തിക്കണം എന്റെ ഹെൽത്തിനെ എന്നൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം. അതേപോലെ ഇപ്പൊ ഫിറ്റ്നസ് ആണെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യും, വീട്ടിൽ തന്നെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ യോഗ, അല്ലെങ്കിൽ പിന്നെന്താ ജിമ്മിൽ പോവാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് നേടാം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് അതനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അത് നമുക്കുമായിട്ട് റിലേറ്റഡ് ആവുന്ന പിക്ചേഴ്സ്. ഇപ്പൊ ഒരു ഫിറ്റ്നസ് ആണ്, നമ്മൾ ജിമ്മിൽ പോകണമെങ്കിൽ അപ്പൊ ജിമ്മിന്റെ ഒരു പിക്ചർ ജിമ്മിൽ നിന്ന് നേടി, അതായത് നമ്മൾ ഏത് രീതിയിലുള്ള ബോഡിയാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ജിമ്മിലുള്ള പിക്ചേഴ്സ് ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്യാൻവയിൽ A4 ഷീറ്റ് എടുത്ത് അതിലോട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് പ്രിന്റ് എടുത്തു. ഞാൻ ലേസർ പ്രിന്റാണ് എടുത്തത്, കാരണം എനിക്ക് കുറച്ചും കൂടി പ്രിന്റുകൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലേസർ പ്രിന്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നോർമൽ A4 ഷീറ്റിൽ കളർ പ്രിന്റ് എടുത്താലും മതി. ക്യാൻവയിൽ നമ്മൾ PDF ആക്കുമ്പോൾ അത് പ്രിന്റിന്റെ ഓപ്ഷൻ ഉണ്ടാവും, അങ്ങനെയുള്ളത് PDF ആക്കിയാൽ മതി. അപ്പോൾ ക്ലാരിറ്റിയിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെ എടുത്താൽ മതി. ഞാനിത് വേറെ കുറച്ച് പ്രിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ ഇത് ലേസർ പ്രിന്റ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കാണുമ്പോൾ എങ്ങനെയാണോ ഭംഗി തോന്നുന്നത് ആ രീതിയിൽ അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൽ നമ്മുടെ എല്ലാ ഗോൾസും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഡ്രീംസും വാരി വലിച്ചിടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളെല്ലാം കൂടി ഇങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാകും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി എന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് ഗോൾസ് ഉണ്ടാവുമല്ലോ, അപ്പം അതൊക്കെ മാത്രം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിന്റ്സ് ആയി പറയുന്നത് വേറെ ഒന്നല്ല കേട്ടോ, ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ മൈൻഡിൽ വരുന്ന ഓരോന്നാണ് കേട്ടോ ഇടയിൽ പറയുന്നത്. വിഷൻ ബോർഡ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുകൊണ്ട് നമുക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവാനില്ലാലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.